ചേട്ടാ ഏതെങ്കിലും പടത്തിൽ അവാർഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്? അപ്പോത്തിക്കരിക്ക് കഴിഞ്ഞ എൻ്റെ അങ്ങ് വർഷത്തെ ഒരു ജൂറി പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജോൺ എബ്രഹാം അവാർഡ് കിട്ടിയിട്ടുണ്ട് രാമായണത്തിന്. ചേട്ടാ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇന്ന ക്യാരക്ടറിന് നമുക്ക് അവാർഡ് കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയതേലും? കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒരിക്കലും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ അളവറിയാം. ഇവിടെ കാലങ്ങളായിട്ട് നമ്മൾ അവാർഡിൻ്റെ രീതിയൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാവരും മനസ്സിലൊരു സങ്കല്പം. ഇപ്പോൾ ജൂറി ആയാലും മനുഷ്യരാണ്, അവരുടെ മനസ്സിലുണ്ടൊരു നായകൻ്റെ സങ്കല്പം. അപ്പോൾ എത്ര വാചകം അടിച്ചാലും എത്ര വലിയ ആളായാലും അയാൾ ആ ബിംബം അയാളുടെ മനസ്സിൽ ഉടയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു നടൻ്റെ നല്ല നടൻ എന്നൊരു തീരുമാനത്തിലെത്തുമ്പോൾ എന്തായാലും അതൊക്കെ രൂപപ്പെട്ടു വരും. പിന്നെ അപൂർവമായിട്ട് ചില ക്യാരക്ടർ അങ്ങനെ ചർച്ചയ്ക്ക് വരുമ്പം വഴിതെറ്റി പോകുന്നെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയാം അങ്ങനെയൊന്നും യാദൃശ്യമായിട്ട് കിട്ടിയാൽ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വരട്ടി വിടുന്നു പറയുന്ന പോലെ എന്തെങ്കിലും കിട്ടിയേക്കുമായിരിക്കും എന്നൊക്കെ ഉണ്ട്. മനസ്സിൽ കൊതിയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ചേട്ടൻ എത്ര പടം ചെയ്തിട്ടുണ്ടാവും? ഒരു 400 കഴിയും. 400 പടമായ ചേട്ടൻ. അപ്പൊ ഏത് ഇയറിലായിരിക്കും ഇൻഡസ്ട്രിയിലേക്ക് വന്ന്? 35 കൊല്ലായില്ലേ. പിന്നെ നസീർ സാറിന്റെ 2-3-4 പടം ഞാൻ ചെയ്തിട്ടുണ്ട്, കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. ചൂതാട്ടം ആദ്യം ചെയ്ത്, പിന്നീട് തിടമ്പ് എന്ന് പറഞ്ഞൊരു പടം, ബാലൻ കെ നായർക്കൊക്കെ നാഷണൽ അവാർഡ് കിട്ടുന്ന ഓപ്പോള് സമയം വയനാടിൽ ഇവിടെയായിരുന്നു. അതിനാണ് ആദ്യം മദ്രാസിലൊക്കെ പോയിട്ടുള്ളത് ഞാൻ. ചില വിദേശ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഏതായിരുന്നു? ആദ്യം ഒരു ഗൾഫ് ഷോ, മോഹൻലാൽ ആൻഡ് മാജിക് ലാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബേബി ശാലിനിയൊക്കെ കുഞ്ഞായിട്ട് അഭിനയിച്ച അനീബ് ഒക്കെ ഉണ്ട്. അതായിരുന്നു ഫസ്റ്റ്. അതൊരു ബെർണാഡ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ആളായിരുന്നു സ്പോൺസർ. വലിയ ഷോ ആയിരുന്നു. പക്ഷെ അതിൻ്റെ പിന്നെ വേറെ CD അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ആള് പിന്നെ വേറെ ഷോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയതൊക്കെ ഒന്ന് പറയാ. അതിന് മുമ്പ് ഡബിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ NEPC വളർന്നൊരു കുഞ്ഞു ഫ്ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ പോയി. അത് അപ്പോഴൊക്കെ ഭയങ്കര ആദ്യമായി പോയി. ഡബിങ് നടക്കൂലേ ദൈവമേ. 2-3 പടത്തിൽ കള്ളച്ചക്കൊക്കെ കിട്ടിയതേ ഉള്ളൂ. അത് മാറിയാണെങ്കിൽ തട്ടി പോകുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കയറിയപ്പോ പേടിച്ചിട്ട് ഇത് ഒരുമാതിരി കട്ടറിലൊക്കെ വീഴും പോലെയൊക്കെ വീഴുമായിരുന്നില്ലേ. പിന്നെ ഒരു ആന്തലും അതൊക്കെ ഒരു ഭയങ്കര സുഖമുള്ള അനുഭവമായിരുന്നു. അറിയാത്തത് കൊണ്ടൊക്കെ. എങ്കിലും കുറേ അടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു നോക്കിയൊക്കെ ചെയ്തു. ബെറ്റൊക്കെ പറയാതെയൊക്കെ ഞാൻ ചെയ്തു കുറച്ച്. ശരിയാ. ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ കാര്യം പറ്റില്ലേ, കള്ളച്ചൊക്കെ കിട്ടിയെന്ന്. എത്ര കള്ളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്? നല്ല ചെക്ക് തന്നെയാണ്. നമ്മളെ കുഴപ്പം, നമുക്ക് യോഗം ഇല്ലാത്തതുകൊണ്ട് അതിന് പേരദോഷമായിരുന്നേ ഉള്ളൂ. അത് ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന എല്ലാവരുമാണ് മാനേജർമാർ, കുറച്ച് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അപ്പോൾ അവരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ല പടം, ഇപ്പോൾ നല്ല ഡയറക്ടർ പടം മാത്രം ചെയ്തുകൊണ്ടിരുന്ന കുറേ വലിയ പടത്തിൽ ചെയ്യാം. അങ്ങനെ ഞാൻ ഒരുപാട് വലിയ ഡയറക്ടേഴ്സ് പടം ഇപ്പോഴും ചെയ്തിട്ടൊന്നുമില്ല. ഈ ബന്ധം നോക്കിയുള്ള കുഞ്ഞു പടങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ നല്ല ഹിറ്റാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് പറ്റുന്നതെന്ന് വെച്ചാൽ നിർബന്ധിച്ചൊരു നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ദിവസം, ഒരു അര ദിവസം അല്ലെങ്കിൽ 2 ദിവസം തന്നെ പോയിട്ട് അവിടെ തീരത്തില്ല. അപ്പം മറ്റേ ആൾ വന്ന് നിൽക്കും, അവർ കൊണ്ടുപോകും. ആ സമയം മാനേജർമാർ പതുക്കെ ആരെങ്കിലും പ്രൊഡ്യൂസറൊക്കെ മാറി നിൽക്കും. അവർ മാറി നിൽക്കുന്നുണ്ടാവില്ല, പക്ഷേ അവരെ കണ്ട് കാശ് വാങ്ങിക്കണ്ടേ, മറ്റൊരു കൊണ്ടുപോകാൻ നിൽക്കുമല്ലേ. ഒക്കെ ഡബ്ബിങ്ങിനാവട്ടെ എന്ന് പറയും. ഡബ്ബിങ് സമയത്തും ആരും കാണില്ല. ചിലപ്പോൾ ഒരു ചെക്ക് തരും. അത് അങ്ങനെ ആയിപ്പോവും. കുറേയൊക്കെ ഒരുപാടെണ്ണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപൂർവമായിട്ടേ ഉള്ളൂ. അപൂർവമായിട്ട് ഇങ്ങനെ വർഷങ്ങളാകുമ്പോൾ കുറച്ച് കൂടുതൽ അടുക്ക് വരുമെന്ന് മാത്രം. അപ്പൊ ചേട്ടൻ അവരോട് ആരും വഴക്കുണ്ടാക്കാനും പോയിട്ടില്ല? നമ്മൾ ജോലി ചെയ്തിട്ടില്ലേ? ചിലടത്ത് ഈ അടുത്തൊക്കെ 1-2 പേരെടുത്തൊക്കെ ഞാൻ വഴക്കുണ്ടാക്കാതെ തന്നെ അല്ല വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു വാശി തോന്നിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ പിന്നെ കൂടുതലൊന്നും കഷ്ടവും ആണ് പലരുടെയും കാര്യം. ഒരുപാട് പ്രയാസങ്ങൾ ആ സമയത്ത് നമ്മളോട് പറയും അല്ലേ? നമുക്ക് ആലോചിക്കുമ്പോൾ അവരെയും കാര്യം കഷ്ടം തന്നെയാണ്. നിവൃത്തിയില്ലാതെ തരുന്നെങ്കിലേ അത് കൊണ്ടുപോയിട്ട് നമുക്കും അങ്ങോട്ട് ഫലമില്ലാതായി പോവും. കൃത്യമായിട്ട് തന്നില്ലെങ്കിലേ. ചേട്ടൻ എനിക്കൊന്ന് നല്ലൊരു മനസ്സുണ്ട്. കാര്യം ഒരുപാട് ചുമ്മാ ആരോടും വഴക്കുണ്ടാക്കാതെയും ഒരുപാട് പ്ലീസിങ്ങും ഡൗൺ ടു എർത്ത് ഒക്കെ ആയിട്ടിരിക്കുന്നത്. പിന്നെ അതിനു വേണ്ടി വഴക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുള്ളതുകൊണ്ട് വെളിയിൽ പോയി വഴക്കൂടേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള വീട്ടിൽ കിട്ടുന്നുണ്ടല്ലോ. ചേച്ചി തിരിച്ചാ പറയുന്നത്, ചേച്ചിനെയാണ് ഇങ്ങോട്ട് പറയുന്നത്. ഇത് വെളിയിൽ പോയി വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അതിനു വേണ്ടി വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് പറയുമല്ലോ. അതും കൂടെ ചേച്ചിയുടെ നേരെ അങ്ങ് തീർക്കുക അല്ലെ? അന്നേരം ചേച്ചി എന്നാ എടുക്കും? ചേച്ചി മിണ്ടായിരിക്കും. ചൂടാവപ്പോ ഞാനും മിണ്ടൂല. അപ്പൊ ചേച്ചി അപ്പൊ എപ്പോഴാ ചൂടാവാ?
ചേട്ടൻ തണുത്തിരിക്കുമ്പോഴേക്കും ഇതെല്ലാം തിരിച്ചു പറയാൻ പറ്റും. അപ്പൊ പിന്നെ ഒന്നും പറയുകയല്ല. ചേട്ടൻ പെട്ടെന്ന് ദേഷ്യമൊന്നും വരികയല്ലാത്തോണ്ട് പിന്നെ ചേച്ചി രക്ഷപ്പെടും. നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്രയും നേരം ചിരിച്ചോണ്ടിരുന്നേ, നീ ചേട്ടൻ എന്റെ നേരെ ചൂടാവുന്നതിന് ഞാൻ ആഹാരം കൊടുക്കാം, ഇല്ലെങ്കിൽ ചേച്ചി ഞാൻ ചിലപ്പോ തെറിച്ചു പോയതിരിക്കും. അതാ വർത്താനം എനിക്ക് വല്ലതും തരുന്നുണ്ടോ കുഞ്ഞെ എന്ന് വല്ലതും ചോദിക്കുന്നത്. തുറന്നു നോക്കി അതിനകത്തൊന്നുമില്ലായിരുന്നു. ചേട്ടാ ഇത് സ്റ്റാർട്ടർ ആണ്. അതെ ചേട്ടൻ ഈ വെളിനാട്ടിലൊക്കെ പോകുമ്പോഴേ എന്തായാലും നമ്മുടെ ഭക്ഷണം ഒന്നും കിട്ടുകയില്ല. അവിടെ ഇങ്ങനെ പല വെറൈറ്റി അല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ കഴിക്കുന്നേ? കഷ്ടപ്പെട്ടിട്ടുണ്ട്. അയ്യോ, അവിടെ നിന്ന് കുറെ ഇല പോലത്തത് ബർഗർ അങ്ങനെ കിട്ടും. അതിനകത്തും വെച്ചേക്കും പാവികളി ഇറച്ചി ഇങ്ങനെ ചെത്തി, പിന്നെ അതിനൊക്കെ തുടച്ച് കഴിയും. പക്ഷെ ഇപ്പത്തെ പിള്ളേരെല്ലാം കഴിക്കുന്ന അതാണ്. ഇപ്പോൾ സുഖം എന്നറിയോ, മിക്കവാറും നമ്മൾ ഗൾഫിൽ മാത്രമേ ഉള്ളൂ, എങ്കിലും മലയാളി ഹോളിനടുത്തൊക്കെ നമുക്ക് നല്ല ചോറും കറികളും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കടകൾ ഒത്തിരി ഉണ്ട്. കടുകൊക്കെ ഉണ്ട്. കടുക് നല്ലത്, അത് കശ കടുക് വറുത്ത ഐസ്ക്രീം എന്ന് പറയാം അവസാനം. ഇത് കിടിലമാ, ഇത് അവിടെ വെക്കാനും തോന്നുന്നില്ല, തീർക്കുകയും വേണം. ചേച്ചി അതിന്റെ ആദ്യം നിന്ന് എടുത്താൽ മതി, അന്നേരം വെർമസിലി കിട്ടും, കശകശ കിട്ടും. ഈ സോസിൽ ചിഹ്നം പോലെ ഇരിക്കുന്നില്ല. എനിക്കിതിന് ഉത്തരം തരൂ എന്നാണ് ആ കൊഞ്ചു പറയുന്നത്. അതാണ് ഈ സോസിൽ മുക്കി കഴിക്കണം. എന്താ ചേട്ടാ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. അതെങ്ങനെയാന്ന് ചോദിച്ചു വെച്ചോളേ, വീട്ടിലുണ്ടാക്കാനാ അല്ലേ? ആളെ കാണുന്ന പോലല്ല. എന്തായാലും എന്റെ ചോദ്യചിഹ്നത്തിന് ഉത്തരായി, ആൻസർ തന്നു. നന്നായി. അത് മാത്രല്ല എന്റെ ചോദ്യങ്ങൾക്കെല്ലാം നല്ല ഉത്തരവാ ചേട്ടാ തന്നെ. അതെ, ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഡൗൺ ടു എർത്ത് ആവണം എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്.